നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ എത്ര അലക്കി വെളുപ്പിക്കാൻ നോക്കിയാലും ഒരിക്കലും വെളുക്കാത്ത ജീവിതവേഷം എന്റേത്. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിയാം, എന്റെ ജീവിതത്തിൽ എവിടെയും വിധിയായിരുന്നു വില്ലൻ. അതൊക്കെ പോട്ടെ. എന്നെ കാണാൻ വന്ന എന്റെ കാർത്തിമോനെ ഞാൻ ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കുന്നില്ല. പറയുക, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെ? സുഖാണങ്ങൾ. ഞാൻ വന്നത് വേറെ ചില വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാ. എന്ത് വിശേഷങ്ങൾ? മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പെട്ടെന്നെടുത്ത തീരുമാനമോ. അങ്കിളിന് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ. നീ അത് എന്താണെന്ന് പറ മോനെ. മീനാക്ഷിക്ക് ഒരു കല്യാണ ആലോചന. മോനെ, അവക്കതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. അതല്ലെങ്കിലും മാതാപിതാക്കൾക്ക് മക്കൾ എന്നും കൊച്ചുകുട്ടികൾ തന്നെയാ. എന്നാ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ. മീനാക്ഷിക്ക് 18 വയസ്സ് കഴിഞ്ഞില്ലേ അങ്കിൾ? എന്നാലും എന്നിട്ട് ആലോചന എവിടം വരെ എത്തി? എൻഗേജ്മെന്റ് കഴിഞ്ഞു അങ്കിൾ. അല്ല, അങ്കിൾ എന്തിനാ കരയുന്നത്? സന്തോഷമുണ്ട്. ഞാനില്ലെങ്കിലും എന്റെ മോക്ക് എന്റെ അച്ഛനും അമ്മയും നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് ഞാനൊന്ന് കരഞ്ഞു പോയത്. അവള് ചെമ്പകമംഗലത്തെ കുട്ടിയല്ലേ അങ്കിൾ? അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വമില്ലേ? എൻഗേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് നടന്നു. കല്യാണവും അധികം വൈകാതെ നടത്തണമെന്നാ മുത്തശ്ശിയുടെയും ദേവമ്മയുടെയൊക്കെ തീരുമാനം. അല്ല, അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാരാണെന്ന് മോനെ ഇതുവരെ പറഞ്ഞില്ല. ഓ സോറി അങ്കിൾ. നമ്മുടെ വൈശാഖ, മീനാക്ഷിയുടെ വരൻ. മാലതി അമ്മയുടെ ബ്രദർ വൈശാഖ്. ഓ, അവൻ നല്ല ചെറുപ്പക്കാരനാണോ? അതെ, മീനാക്ഷിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. അങ്കിൾ എന്താ ആലോചിക്കുന്നത്? കരിഞ്ഞുപോയൊരു സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. നിറപറയും നിലവിളക്കം വിളങ്ങുന്ന മുല്ലപ്പന്തലിലേക്ക് മകളുടെ കൈയും പിടിച്ച് കയറി വരുന്ന ഒരു സ്വപ്നം. താലി ചാർത്തി കഴിഞ്ഞ മകളെയും മരുമകനെയും അനുഗ്രഹിച്ചയക്കുന്ന ഒരച്ഛന്റെ സ്വപ്നം. അങ്കിളിന്റെ ആ സ്വപ്നമാ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അതെങ്ങനെ സാക്ഷാത്കരിക്കും കാർത്തി? ഞാൻ ഈ തടവറയ്ക്കുള്ളിലാണെന്നത് മാത്രമല്ല കാര്യം. മാതാപിതാക്കളുടെ മനസ്സിൽ ജീവിച്ചിരിപ്പില്ലാത്തൊരു മകനാ ഞാൻ. അതായത് ഇരിക്കപ്പെട്ടും വയ്ക്കപ്പെട്ട മകൻ. അതൊക്കെ അന്നത്തെ പ്രത്യേക വികാരത്തിൽ മുത്തശ്ശി ചെയ്തായിരിക്കും അങ്കിൾ. ഏതായാലും അങ്കിളിനെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷവും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കിൾ. എന്തായാലും മീനാക്ഷിയുടെ കല്യാണത്തിന് അവളുടെ അച്ഛൻ ചെമ്പകമംഗലത്ത് ഉണ്ടാവണം. ഉണ്ടാകും. മോനെ, ഞാൻ ആ പ്രതീക്ഷകളുമായിട്ട് കാത്തിരിക്കുന്നില്ല. ആഗ്രഹിച്ചിട്ട് സാധിച്ചില്ലെങ്കിൽ എനിക്കതൊരു വലിയ നിരാശയായിരിക്കും. അതുകൊണ്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. മീനാക്ഷിയുടെ കല്യാണത്തിന് അങ്കിൾ ഉണ്ടാവുമെന്ന് ഞാൻ വാക്ക് തരാം. അവൾക്ക് സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ അങ്കിൾ അവിടെ ഉണ്ടായേ പറ്റൂ. ശരി അങ്കിൾ, ഞാൻ വരട്ടെ. കട്ടി മലയാളം, സംസ്കൃതം മാറ്റി മലയാളത്തിൽ ചോദിക്കാമായി. ചമഞ്ഞൊരുങ്ങി രണ്ടുപേരും കൂടി എങ്ങോട്ടാണെന്ന്. ഓ അതോ, ഞാൻ ഈ മൈഥിലി ചേച്ചിയും കൊണ്ട് ചെക്കപ്പിന് പോവാ. എന്ത് ചെക്കപ്പോ? ഓ, പുതിയ സേവനം. എന്തൊരു സന്മനസ്.
സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാവും അമ്മായി. അമ്മായി കാരണം അത്യുന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം ഉണ്ടല്ലോ. എന്നാലേ നിന്റെ ഈ സന്മനസ്സും അതിലൂടുണ്ടാവുന്ന സമാധാനവും എന്റെ മരുമകൾക്ക് വേണ്ട. ഇവളെ നീ അങ്ങ് വിട്ടേക്ക്. അതെന്താ? ഇവളെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ ഇവളുടെ ഭർത്താവുണ്ട്, എന്റെ മകൻ ACP കാർത്തിക്. നീ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അതെന്താ അമ്മായി അങ്ങനെ? എന്റെ അച്ഛന്റെ അനന്തരവനും എന്റെ അമ്മാവന്റെ മകനും ആ കാർത്തിക്. ഒരർത്ഥത്തിൽ പറഞ്ഞ എന്റെ മുറച്ചെറുക്കൻ. മുറച്ചെറുക്കന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഒരു മുറപ്പെണ്ണുങ്ങൾക്കും അവകാശമില്ലേ? എടി മതി നാക്കിട്ട് അലച്ചത്. നിന്റെ നാക്കിനെ കുറച്ച് റെസ്റ്റ് കൊടുക്ക്, ഇല്ലെങ്കിലേ അത് പണി മുടക്കും. മൈഥിലി ചേച്ചിയെ ഞാൻ ചെക്കപ്പിന് കൊണ്ടുപോയിക്കോളാം അമ്മായി. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നീയുമായിട്ടുള്ള കമ്പനി എന്റെ മരുമകൾക്ക് വേണ്ട. എന്തിനാ നറമ്പാലിനകത്ത് വെറുതെ നഞ്ചു കലക്കുന്നത്? അമ്മായി വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അമ്മേ? എടാ, നിന്റെ ഭാര്യയെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞില്ല. പക്ഷേ ദേ ഇവള്, ഈ മീനാക്ഷി നിന്റെ ഭാര്യയെ ഒരുക്കിക്കൊണ്ട് ദേ മെഡിക്കൽ ചെക്കപ്പിന് പോകാൻ പോകുന്നു. അത് വേണ്ട മീനാക്ഷി, ഞാൻ കൊണ്ടുപോയിക്കോളാം മൈഥിലി. അല്ല, ഞങ്ങള് തയ്യാറായി വന്നതല്ലേ ACP. ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ അവൻ? ഗർഭിണിയായ പെണ്ണ, നിന്റെ കൂടെ ഇവളെ ഞാൻ വിടില്ല. വേഗം മൈഥിലി ഹോസ്പിറ്റലിൽ കൊണ്ടു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. മൈഥിലി വെയിറ്റ് ചെയ്യും. കൊറേ മദർ തെരേസമാർ ഇറങ്ങിയിരിക്കുന്നു. അറിഞ്ഞേ കൂട്ട്. ഹലോ, എന്തായി? നിങ്ങളവിടെ? പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. അതെങ്ങനെ? അമ്മ വന്ന് വട്ടം നിന്നു. റോഡിന് കുറുകെ വന്ന് കാർ യാത്ര തടസ്സപ്പെടുത്തുന്ന കാട്ടാനെ പോലെ അല്ലേ? അതെ. നന്നായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.